സംസ്ഥാനത്തെ എൻഡിഎയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിൽ. നിർമ്മാണം പൂർത്തിയായ 6 വരി ദേശീയപാതയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. മറൈൻ ഡ്രൈവിൽ ധീവരസഭയുടെ സമ്മേളനത്തിലും നരേന്ദ്രമോദി പങ്കെടുക്കും. കേരള തമിഴ്നാട് സന്ദർശനം ഉറ്റുനോക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ബി.ജെ.പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലേക്ക് എത്തുകയാണ്. എന്തായിരിക്കും മോദിയുടെ ഗ്യാരണ്ടി? എന്തായിരിക്കും എൻ.ഡി.എക്ക് പറയാനുള്ളത്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ തന്നെ എൻ.ഡി.എ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം മാറ്റം തുടങ്ങാമെന്നതാണ്. മോഡിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ജനങ്ങളോട് പ്രഖ്യാപിക്കുന്ന നടക്കുന്ന കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ നാളത്തെ വരവിൻ്റെ ഒരു പ്രധാന പ്രത്യേകത അദ്ദേഹം ഗവൺമെൻറ് തല പരിപാടികളിൽ നടപ്പാക്കിയ കാര്യങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് നേരെ എത്തുക മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ ധീവരസഭയുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. അതിനുശേഷം അദ്ദേഹം നേരെ എത്തുന്നത് കലൂരിലേക്കാണ്. അതിനുശേഷം പ്രധാനമന്ത്രി എത്തുക കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉത്തര കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ദേശീയപാതകളുടെ ഉദ്ഘാടനമാണ്. അതിനുശേഷം BPCLന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി നേരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ മറുഭാഗത്തേക്ക് പോകുക. അവിടെയാണ് നാളത്തെ 3ാമത്തെ പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് പ്രധാനമന്ത്രി പോകുന്നത് തിരുച്ചിറപ്പള്ളിയിലേക്കാണ്. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിൽ കൂടി ബി.ജെ.പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് 12ാം തീയതി പ്രധാനമന്ത്രി തുടക്കം കുറിക്കാൻ പോകുന്നു. ബിനു പാവുമ്പയ്ക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.